ഒത്തിരി പേര് ഹിന്ദിയിൽ ഒരു കിടിലൻ പടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ കണ്ടേക്കാമെന്ന് കരുതി നമ്മുടെ നടൻ കൂടിയായ കുനാൽ ഖേമു സംവിധാനം ചെയ്ത മഡ്ഗാവ് എക്സ്പ്രസ്. ഇന്ന് ഈ സിനിമയെക്കുറിച്ച് മൂന്ന് സുഹൃത്തുക്കൾ അവരുടെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ് ഗോവയിൽ പോവുക എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അത് സാധിക്കുന്നില്ല. പ്രായമായ ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ഗോവയിലേക്ക് പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. പടം തുടങ്ങി ആദ്യം മുതൽ തന്നെ നമ്മളെ ഹുക്ഡ് ആക്കി നിർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. രസകരമായിട്ടുള്ള, അത്യാവശ്യം ചിരിക്കാനുള്ള, എന്ന് വെച്ചാൽ ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് ചിരിക്കാനുള്ളതൊന്നുമില്ല, എങ്കിലും കൊള്ളാവുന്ന ചില തമാശകൾ പടത്തിലുണ്ടായിരുന്നു. പടം അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ദിൽ ചാഹ്താ ഹേ അതുപോലെ സിന്ദഗി നാ മിലേഗി ദുബാര ഈ രണ്ട് സിനിമകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല പെർഫോമൻസുകൾ തന്നെ പടത്തിലുണ്ട്. അത് തന്നെ മറ്റൊരു പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ധനുഷ് അഥവാ ഡോഡോ ആയിട്ട് വന്ന ദിവ്യേന്ദു, പുള്ളിക്കാരൻ പൊളിയായിരുന്നു കേട്ടോ. അതുപോലെ പ്രതീക് ആയിട്ട് വന്ന പ്രതീക് ഗാന്ധി, ഇവർ രണ്ടുപേരാണ് പടത്തിലെ താരങ്ങൾ എന്ന് പറയാം. പിന്നെ മെൻഡോസ എന്ന വില്ലനായിട്ട് വന്ന ഉപേന്ദ്ര ലിമായി, കഞ്ചൻ കൊമ്പടി എന്ന വില്ലത്തി വേഷത്തിൽ വന്ന ഛായാകഥം, രണ്ടുപേരും കൊള്ളായിരുന്നു. ഛായാകഥം എനിക്ക് തോന്നുന്നു കുറെ നല്ല പടത്തിൽ വരുന്നുണ്ട്. പാച്ചു അത്ഭുത വിളക്കിൽ മലയാളത്തിൽ നമ്മൾ കണ്ടു ഒരു വില്ലത്തിയായിട്ട്. പിന്നെ ലാപ്പത്ത ലേഡീസ്, അങ്ങനെ കുറെ നല്ല സിനിമകളിലുണ്ട്. നോറ ഫത്തേഹി ആസ് യൂഷ്വൽ വെറും ഒരു ഗ്ലാമർ ഡോൾ കഥാപാത്രമാണ് ചെയ്തേക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് സെക്സി ഗേൾ, നത്തിങ് മോർ. മാൽ എന്ന് വളരെ സ്ത്രീവിരുദ്ധമായിട്ട് അവരെ പടത്തിൽ തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയാനില്ലല്ലോ. ഇതിലെ മറ്റൊരു നായകനായ അവിനാഷ് തിവാരിയും നോറയുടെ ഒരു ആൺപതിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. റെമോ ഡിസൂസ, പിന്നെ സംവിധായകൻ കുനാൽ ഖേമു ഒരു ഗസ്റ്റ് റോളിലൊക്കെ പടത്തിൽ വരുന്നുണ്ട്. ആദിൽ അഫ്സറിന്റെ ക്യാമറയും കൊള്ളാമായിരുന്നു. പിന്നെ എഡിറ്റിംഗ് നൈസ് ആയിരുന്നു കേട്ടോ. ഈ ബോളിവുഡ് സ്ഥിരം മസാലയ്ക്ക് വേണ്ടിയുള്ള പാട്ടുകളായിരുന്നെങ്കിലും അത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രസകരമായിട്ട് തോന്നി. സഞ്ജയ് ഇംഗ്ലെ, ആനന്ദ് സുഭയ തുടങ്ങിയവരാണ് പടത്തിന്റെ എഡിറ്റർമാർ. പിന്നെ 5-6 പേർ ചേർന്നാണ് കേട്ടോ പടത്തിന്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കൂടെ പേര് പറയാൻ എനിക്ക് വയ്യ. അത് പറഞ്ഞപ്പോഴാണ് പല പാട്ടുകളുടെയും ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് തോന്നി. പ്രത്യേകിച്ച് നോറയുടെ 2 പാട്ടൊക്കെ നമ്മുടെ 80കളിലെ പ്രിയദർശന്റെ ഒക്കെ മലയാളം കോമഡി സിനിമകളിലെ ആ ഒരു സ്റ്റൈലിലാണ് ഈ പടം ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാൻ രസമാണ് കേട്ടോ. പക്ഷെ തുടക്കം കണ്ടപ്പോൾ ഞാനതൊരു കമ്മിങ് ഓഫ് ഏജ് മൂവിയാണ്, ഒപ്പം എന്തെങ്കിലും വെറൈറ്റി ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പടത്തിൽ കണ്ടില്ല. ഈ കുനാൽ ഖേമു എന്ന് പറയുന്നത് ഒരു അണ്ടർറേറ്റഡ് നടനാണ്. എനിക്കിഷ്ടമുള്ള നടനാണ്. അദ്ദേഹം നല്ലൊരു സംവിധായകൻ കൂടിയാണെന്ന് ഈ പടം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ പടത്തിന് എന്തായാലും 3 out of 5 റേറ്റിംഗ് നൽകും. എന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. പടം ആമസോൺ പ്രൈം വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് റെന്റിൽ കാണാൻ സാധിക്കും. ബോളിവുഡിലെ സൂപ്പർ താരങ്ങളുടെ തട്ടിക്കൂട്ട് തല്ലിപ്പൊളി മാസ് പടങ്ങൾക്കും റീമേക്കുകൾക്കും ഇടയിൽ ഒരു ആശ്വാസമായിട്ട് നിങ്ങൾക്ക് ഈ പടം ഒന്ന് കണ്ടു നോക്കാം.